ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. ലാസ്റ്റ് ക്ലാസ്സിൽ രാമൻ സ്പെക്ട്രോസ്കോപ്പി പഠിച്ചു. അതിൻ്റെ സെലക്ഷൻ റൂൾസ്, എനർജി ലെവൽസ്, പിന്നെ സ്റ്റോക്സ് ലൈൻ എന്താണ്, ആൻറ്റി സ്റ്റോക്സ് ലൈൻ എന്താണ്, റെയിലെക്സ് സ്കാറ്ററിങ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ലാസ്റ്റ് ക്ലാസ്സിൽ പഠിച്ചത്. ഇന്ന് പഠിക്കാൻ പോകുന്ന കണ്ടീഷൻസ് ഫോർ രാമൻസ് ട്രാൻസിഷൻസ്, അതായത് രാമൻ ട്രാൻസിഷൻസ് നടക്കണമെങ്കിൽ ഉള്ള കണ്ടീഷൻസ് എന്തൊക്കെയാണ്, അതിന് നമ്മൾ ഗ്രോസ് സെലക്ഷൻ റൂൾ എന്നാണ് പറയുന്നത്. രാമൻ സ്കാറ്ററിംഗ് occurs only when a molecular vibration causes a change in polarizability of the molecule. അതായത് നമ്മൾ ബാക്കിയുള്ള വൈബ്രേഷനിലൊക്കെ പഠിച്ച സമയത്ത് നമ്മൾ പറഞ്ഞു ഒരു ഡൈപോൾ മൊമെൻറ്റിൽ ചേഞ്ച് ഉണ്ടെങ്കിൽ മാത്രമേ അവിടെ ട്രാൻസിഷൻസ് നടക്കത്തുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ രാമൻ സ്പെക്ട്രോസ്കോപ്പിയിലേക്ക് നോക്കുമ്പോൾ ഒരു മോളിക്യൂളിൽ പോളറൈസബിലിറ്റിയിൽ ഒരു ചേഞ്ച് വന്നു കഴിഞ്ഞെങ്കിൽ മാത്രമേ ഇവിടെ മോളിക്കുലർ വൈബ്രേഷൻസ് നടക്കത്തുള്ളൂ. അങ്ങനെ എന്താ പറയുന്നത്, ഈ രാമൻ ട്രാൻസിഷൻസ് നടക്കത്തുള്ളൂ. അപ്പോൾ മോളിക്യൂളിൽ പോളറൈസബിലിറ്റിയിൽ ഒരു ചേഞ്ച് ഉണ്ടാവണം, അതാണ് അവിടുത്തെ ക്രൈറ്റീരിയ. ഇനി എന്താണ് പോളറൈസബിലിറ്റി? Polarizability means an electron cloud around the molecule is distorted by an electric field. അപ്പോൾ നമ്മളൊരു ഇലക്ട്രിക് ഫീൽഡോ അല്ലെങ്കിൽ ഒരു മാഗ്നറ്റിക് ഫീൽഡോ അപ്ലൈ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ മോളിക്യൂളിന് ചുറ്റിനും ഉണ്ടാകുന്ന ആ ഇലക്ട്രോൺ ക്ലൗഡുകൾക്ക് ഒരു ഡിസ്റ്റോർഷൻ സംഭവിക്കും, ഒരു ഷേപ്പിലൊരു വ്യത്യാസം സംഭവിക്കും. അതിനെയാണ് നമ്മൾ പോളറൈസബിലിറ്റി എന്ന് പറയുന്നത്. അപ്പം ഫോർ രാമൻ ട്രാൻസിഷൻ ദ മോളിക്യൂൾ ഷുഡ് ബി അൺഐസോട്രോപ്പിക്കലി പോളറൈസബിൾ. അപ്പം രാമൻ ട്രാൻസിഷൻ നടക്കണമെങ്കിൽ എന്താണേലും പോളറൈസബിലിറ്റിയിൽ ഒരു ചേഞ്ച് ഉണ്ടാവണം. മാത്രമല്ല അത് അൺഐസോട്രോപ്പിക്കലി പോളറൈസബിൾ ആയിരിക്കുകയും വേണം. ഇനി എന്താണ് അൺഐസോട്രോപ്പിക്കലി പോളറൈസബിൾ? If polarizability is affected by the direction of applied magnetic field is anisotropically polarizable. അപ്പോൾ രണ്ട് തരത്തിലുള്ള പോളറൈസബിലിറ്റി നമുക്ക് പറയാം, അനൈസോട്രോപ്പിക്കലി പോളറൈസബിൾ ആൻഡ് ഐസോട്രോപ്പിക്കലി പോളറൈസബിൾ. അപ്പോൾ അതായത് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുന്ന മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ അനുസരിച്ച്, ഏത് ഡയറക്ഷനിലാണോ നമ്മൾ പോളറൈസബിലിറ്റി കൊടുക്കുന്നത് ആ ഡയറക്ഷൻ അനുസരിച്ച് ഇതിൻ്റെ ഇലക്ട്രോൺ ക്ലൗഡിൽ ഒരു ഡിസ്റ്റോർഷൻ സംഭവിക്കുന്നതിനെയാണ് നമ്മൾ അൺഐസോട്രോപ്പിക്കലി പോളറൈസബിൾ എന്ന് പറയുന്നത്. ഇനി നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുന്ന മാഗ്നറ്റിക് ഫീൽഡിന് ഡയറക്ഷനിൽ പോളറൈസബിലിറ്റി ഒന്നും സംഭവിച്ചില്ല എങ്കിൽ, അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു ഡയറക്ഷനിൽ പോളറൈസബിലിറ്റി ഒന്നും സംഭവിച്ചില്ല എങ്കിൽ അതിനെ ഐസോട്രോപ്പിക്കലി പോളറൈസബിൾ എന്നും പറയുന്നു. പക്ഷേ ഇവിടെ രാമൻ സ്കാറ്ററിംഗ് നടക്കാനുള്ള കണ്ടീഷൻ എന്താണ്? അൺഐസോട്രോപ്പിക്കലി പോളറൈസബിൾ, അതായത് അപ്ലൈ ചെയ്ത് കൊടുക്കുന്ന മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷനിൽ പോളറൈസബിലിറ്റി സംഭവിക്കണം, അല്ലെങ്കിൽ അത് കാരണം പോളറൈസബിലിറ്റി സംഭവിക്കണം. ഇൻ കേസ് ഓഫ് ലീനിയർ മോളിക്യൂൾസ് ലൈക്ക് H2 these are അൺഐസോട്രോപ്പിക്കലി പോളറൈസബിൾ. അതായത് ലീനിയർ മോളിക്യൂൾസ്, ഒരുമാതിരിപ്പെട്ട എല്ലാ ലീനിയർ മോളിക്യൂൾസും അൺഐസോട്രോപ്പിക്കലി പോളറൈസബിൾ ആണ്. അതായത് അതെല്ലാം രാമൻ സ്കാറ്ററിംഗ് ആക്റ്റീവ് ആണ്, അല്ലെങ്കിൽ രാമൻ ആക്റ്റീവ് ആണ് നമുക്ക് പറയുവാനായിട്ട് പറ്റും. നോക്കിയേ, രണ്ട് ഫിഗേഴ്സ് കാണാൻ പറ്റും. അതായത് ഏതെങ്കിലും ഒരു ലീനിയർ മോളിക്യൂളാണെന്ന് അസ്യൂം ചെയ്യുക. ഫോർ എക്സാമ്പിൾ ഹൈഡ്രജൻ ആയിട്ട് എടുക്കുക. അവിടെ നമ്മൾ ആദ്യത്തെ ഫിഗറിൽ കൊടുത്തിരിക്കുന്നത് അപ്ലൈഡ് മാഗ്നറ്റിക് ഫീൽഡ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ഇൻറ്റർ ന്യൂക്ലിയർ ആക്സിസ്, അതായത് വരച്ച് കാണിച്ചിരിക്കുന്ന എന്ന് പറയുന്നതാണ് നമ്മുടെ ഇൻറ്റർ ന്യൂക്ലിയർ ആക്സിസ്. അപ്പോൾ അതിൻ്റെ ഡയറക്ഷനിൽ നമ്മൾ മാഗ്നറ്റിക് ഫീൽഡ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഡോട്ടഡ് ലൈൻ ഉപയോഗിച്ച് കാണിച്ചിരിക്കുന്ന അതിൻ്റെ ഇലക്ട്രോൺ ക്ലൗഡിന് വന്ന ഡിസ്റ്റോർഷനാണ്. അതായത് ഏത് ഡയറക്ഷനിൽ മാഗ്നറ്റിക് ഫീൽഡ് കൊടുത്തു അതേ ഡയറക്ഷനിൽ അതിനൊരു ഡിസ്റ്റോർഷൻ സംഭവിച്ചു, അതായത് അതിൻ്റെ ഷേപ്പിൽ ഒരു ചേഞ്ച് സംഭവിച്ചു. ഇനിയും പെർപെൻഡിക്കുലർ ഡയറക്ഷൻ ഓഫ് ഇൻ്റർന്യൂക്ലിയർ ഡിസ്റ്റൻസ്, ഇൻ്റർന്യൂക്ലിയർ ആക്സിസിൻ്റെ പെർപെൻഡിക്കുലർ ഡയറക്ഷനിൽ നമ്മൾ ഫോഴ്സ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? അവിടെ ഒരു ഡിസ്റ്റോർഷൻ സംഭവിക്കും, പക്ഷേ വളരെ കുറച്ച് ഡിസ്റ്റോർഷൻ മാത്രമേ അവിടെ സംഭവിക്കത്തുള്ളൂ. പക്ഷേ ഇൻ്റർന്യൂക്ലിയർ ആക്സിസിൻ്റെ അതേ ഡയറക്ഷനിൽ മാഗ്നറ്റിക് ഫീൽഡ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ മോർ ഡിസ്റ്റോർഷൻ ആയിരിക്കും സംഭവിക്കുന്നത്. അപ്പോൾ അതിൻ്റെ കേസിൽ എങ്ങനെയായിരിക്കും? ആൽഫ പാരലൽ ഗ്രേറ്റർ ദാൻ ആൽഫ പെർപെൻഡിക്കുലർ. ആൽഫ എന്ന് ഉദ്ദേശിക്കുന്ന പോളറൈസബിലിറ്റിയാണ്. പാരലായിട്ട്, അതായത് ഇൻ്റർന്യൂക്ലിയർ ആക്സിസിൻ്റെ അതേ ഡയറക്ഷനിൽ മാഗ്നറ്റിക് ഫീൽഡ് കൊടുക്കുകയാണെങ്കിൽ ആ ഒരു പോളറൈസബിലിറ്റി ആയിരിക്കും കമ്പയർഡ് ടു പെർപെൻഡിക്കുലർ വൺ കൂടുതലായിട്ടുള്ളത്. സോ ലീനിയർ മോളിക്യൂൾസ് ലൈക്ക് H2, CO2 എക്സെട്ര ആർ രാമൻ ആക്റ്റീവ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ലീനിയർ മോളിക്യൂൾസ് എല്ലാം രാമൻ ആക്റ്റീവാണ്. കാരണം അതെല്ലാം അൺഐസോട്രോപ്പിക്കലി പോളറൈസബിൾ ആണ്. നമ്മൾ ഇൻ്റർന്യൂക്ലിയർ ആക്സിസിൻ്റെ അതേ ഡയറക്ഷനിൽ മാഗ്നറ്റിക് ഫീൽഡ് കൊടുത്തു കഴിയുമ്പോൾ അതിന് മോർ ഡിസ്റ്റോർഷൻ സംഭവിക്കും. അപ്പോൾ ലീനിയർ മോളിക്യൂൾസ് എല്ലാം രാമൻ ആക്റ്റീവാണ്. ഇനി അടുത്ത രാമൻ സ്പെക്ട്രോസ്കോപ്പിയിൽ അല്ലെങ്കിൽ രാമൻ സ്കാറ്ററിങ്ങിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു റൂളാണ് മ്യൂച്വൽ എക്സ്ക്ലൂഷൻ റൂൾ എന്ന് പറയുന്നത്. മ്യൂച്വൽ എക്സ്ക്ലൂഷൻ റൂൾ. ഇനി എന്താണ് ആ റൂളെന്ന് നോക്കാം. അക്കോർഡിംഗ് ടു ദിസ് റൂൾ, in centrosymmetric molecules like H2, CO2,
if any vibration mode will be IR active, then it will be Raman inactive, or if any vibration mode will be IR inactive, then it will be Raman active. അപ്പം മ്യൂച്വൽ എക്സ്ക്ലൂഷൻ റൂൾ പ്രകാരം ഒരു സെൻറ്റർ ഓഫ് സിമെട്രിക് മോളിക്യൂളിന്, അതായത് മോളിക്യൂളിൽ സെൻറ്റർ ഓഫ് സിമെട്രി എന്ന് പറയുന്ന ആ ഒരു ഓപ്പറേഷൻ പ്രോസസ്സ് ചെയ്യുന്ന മോളിക്യൂൾസിനെയാണ് നമ്മൾ സെൻറ്റർ ഓഫ് സിമെട്രിക് മോളിക്യൂൾസ് എന്ന് പറയുന്നത്. അതിൽ ഈ H2CO2 അതിനൊക്കെ ഒരു സെൻറ്റർ ഓഫ് സിമെട്രി ആക്സസ് ഉണ്ട്. അതൊക്കെ എന്താണ്? സെൻറ്റർ ഓഫ് സിമെട്രിക് മോളിക്യൂൾസ് ആണ്. അപ്പം ഒരു സെൻറ്റർ ഓഫ് സിമെട്രിക് മോളിക്യൂൾസിനകത്ത് ഏതെങ്കിലും ഒരു വൈബ്രേഷൻ മോഡ് IR ആക്റ്റീവ് ആണെങ്കിൽ അതെന്തായിരിക്കും? ആ മോഡ് രാമൻ ഇനാക്റ്റീവ് ആയിരിക്കും. ഇനി വേറെ ഏതെങ്കിലും വൈബ്രേഷൻ മോഡ് IR ഇനാക്റ്റീവ് ആണെങ്കിൽ അത് രാമൻ ആക്റ്റീവ് ആയിരിക്കും. അപ്പോൾ രാമൻ ആക്റ്റീവായിട്ടുള്ള വൈബ്രേഷൻ മോഡ്സൊക്കെ IR ഇനാക്റ്റീവ് ആയിരിക്കും. IR ആക്റ്റീവായിട്ടുള്ള മോളിക്യൂൾസൊക്കെ രാമൻ ഇനാക്റ്റീവ് ആയിരിക്കും ഫോർ എ സെൻട്രോ സിമെട്രിക് മോളിക്യൂൾസ് ലൈക്ക് H2CO2 എക്സെട്ര. അതായത് ലീനിയർ മോളിക്യൂൾസ് ആണല്ലോ നമ്മുടെ രാമൻ സ്കാറ്ററിങ് കാണിക്കുന്നത്. അപ്പം നമുക്കതിനൊരു ഇതാണ് റൂള് പറയുന്നത് ഇതാണ്. ഇനി നമ്മളൊരു എക്സാമ്പിളായിട്ട് ഒരു ലീനിയർ മോളിക്യൂൾ എടുക്കുകയാണ്, N2 എന്ന് പറയുന്നത്. അപ്പോൾ N2 നമുക്കറിയാം N, അതിലേക്ക് നമ്മൾ സിമെട്രിക് സ്ട്രെച്ചിങ് അപ്ലൈ ചെയ്യുവാണ്. അപ്പോൾ സിമെട്രിക് സ്ട്രെച്ചിങ് എന്ന് വെച്ചാൽ രണ്ട് ആറ്റംസും രണ്ട് സൈഡിലേക്ക് പോകും, അതായത് ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് സ്ട്രെച്ച് ചെയ്തു പോകും. അതിനാണ് നമ്മൾ സിമെട്രിക് സ്ട്രെച്ചിങ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും അതിന് IR ഇനാക്റ്റീവാണ്. കാരണം അവിടെ ഡൈപോൾ മൊമെൻ്റ് ഒന്നും തന്നെ ഇല്ല. രണ്ടും രണ്ട് വഴിക്ക് പോയി കഴിഞ്ഞാൽ സിമെട്രിക് സ്ട്രെച്ചിങ് ഈസ് ഓൾവേസ് ഡൈപോൾ മൊമെൻ്റ് ഇല്ലാത്ത സിറ്റുവേഷനാണ്. അതുകൊണ്ട് ഡൈപോൾ മൊമെൻ്റ് ഇല്ലെങ്കിൽ അതെന്താണ്? IR ഇനാക്റ്റീവാണ്. ഇനിയും ഇവിടെ സിമെട്രിക് സ്ട്രെച്ചിങ് നടത്തി കഴിയുമ്പോൾ രണ്ട് ആറ്റംസും രണ്ട് വഴിക്ക് മൂവ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടുത്തെ ബോണ്ട് ലെന്ത് ഇൻക്രീസ് ചെയ്യും. അപ്പോൾ ബോണ്ട് ലെന്ത് ഇൻക്രീസ് ചെയ്യുക എന്ന് വെച്ചാൽ അവിടെ ആ മോളിക്യൂളിലൊരു ഡീസ്റ്റോർഷൻ സംഭവിച്ചു. കാരണം നോർമലി ഇരിക്കുന്ന ബോണ്ട് ലെന്തിൽ നിന്നും കുറച്ചുകൂടെ ബോണ്ട് ലെന്ത് കൂടി, അപ്പോൾ അവിടെ ഒരു ഡീസ്റ്റോർഷൻ സംഭവിച്ചു. അപ്പോൾ ഡീസ്റ്റോർഷൻ സംഭവിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ മോളിക്യൂൾ എന്തായിട്ട് മാറും? പോളറൈസബിളായിട്ട് മാറും. പോളറൈസബിളായിട്ട് മാറിക്കഴിഞ്ഞാൽ അത് രാമൻ ആക്റ്റീവ് ആയിരിക്കും. അപ്പോൾ ഇവിടെയും മ്യൂച്വൽ എക്സ്ക്ലൂഷൻ റൂള് വന്നു. IR ഇനാക്റ്റീവായിട്ടുള്ളത് രാമൻ ആക്റ്റീവായിട്ട് മാറി. അടുത്ത എക്സാമ്പിളാണ് CO2ൻ്റെ നമ്മൾ എസിമെട്രിക് സ്ട്രെച്ചിങ് നമ്മൾ നോക്കുവാണ്. എസിമെട്രിക് സ്ട്രെച്ചിങ് എന്ന് വെച്ചാൽ രണ്ട് ആറ്റംസും ഒരേ ഡയറക്ഷനിൽ മൂവ് ചെയ്യുക. അപ്പോൾ അവിടെ IR ആക്റ്റീവാണ്. കാരണം രണ്ടും ഒരേ ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്ത് കഴിയുമ്പോൾ അവിടെ ഒരു ഡൈപോൾ മൊമെൻറ്റിൽ ചേഞ്ച് ഉണ്ടാവും. ഡൈപോൾ മൊമെൻറ്റിൽ ചേഞ്ച് വന്നു കഴിഞ്ഞാൽ അത് IR ആക്റ്റീവ് ആയിരിക്കും. പിന്നെ രാമൻ ഇനാക്റ്റീവ് ആയിരിക്കും. അപ്പോൾ രാമൻ ഇനാക്റ്റീവ് ആവാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പം നമുക്ക് ഫസ്റ്റ് Oയും പിന്നെ Cയും പിന്നെ Oയും അല്ലേ. അപ്പം എസിമെട്രിക് സ്ട്രെച്ചിങ് നടത്തുമ്പോൾ ഒരേ ഡയറക്ഷനിലേക്കാണ് ഇതിൻ്റെ ഒരു മൂവ്മെൻറ്റ് അല്ലെങ്കിൽ ഇതിനൊരു വൈബ്രേഷൻ എന്ന് പറയുന്നത്. അപ്പം ഒരു ബോണ്ട്, അതായത് റൈറ്റ് സൈഡിൽ കാണപ്പെടുന്ന CO ബോണ്ട് ഇൻക്രീസ് ചെയ്യുകയും ലെഫ്റ്റ് സൈഡിൽ കാണുന്ന CO ബോണ്ട് അവിടെ ഡിക്രീസ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ ഒരു ബോണ്ട് ലെന്ത് കൂടി ഒരെണ്ണത്തിന് ബോണ്ട് ലെന്ത് കുറഞ്ഞു. ആ ഒരു സിറ്റുവേഷൻ ആയിരിക്കും ഇവിടെ നമുക്ക് എസിമെട്രിക് സ്ട്രെച്ചിങ്ങിൻ്റെ കേസിൽ കാണാൻ പറ്റുന്നത്. അപ്പം ഓവറോൾ ആ ഒരു ബോണ്ട് ലെന്ത് ഇൻക്രീസ് അല്ലെങ്കിൽ ഓവറോൾ ഒരു ഡീസ്റ്റോർഷൻ എന്ന് പറഞ്ഞാൽ അവിടെ ക്യാൻസൽ ആയിപ്പോൾ. അവിടെ ഡീസ്റ്റോർഷൻ സംഭവിച്ചു എന്ന് നമുക്ക് പറയാൻ പറ്റും. കാരണം ഒരു ബോണ്ട് ഇൻക്രീസ് ചെയ്യുകയും ഒരു ബോണ്ട് ഡിക്രീസ് ചെയ്യുകയും ചെയ്തു. പക്ഷേ ഓവറോൾ വരുമ്പോഴേക്കും ഈ ഡീസ്റ്റോർഷൻ ക്യാൻസൽ ചെയ്ത് പോയിട്ട് അവിടെ ഒരു ഡീസ്റ്റോർഷൻ ഇല്ലാത്തൊരവസ്ഥ വരികയും അപ്പോൾ അവിടെ പോളറൈസബിലിറ്റി ഉണ്ടാകാത്ത ഒരവസ്ഥ വരികയും ചെയ്യുന്നു. അങ്ങനെ അത് രാമൻ ഇനാക്റ്റീവായിട്ട് മാറുന്നു. ഓക്കെ, അപ്പോൾ ഇത് രാമൻ ഇനാക്റ്റീവ് ആവാനുള്ള കാരണം ഇതാണ്. ഒരു ബോണ്ട് ലെന്ത് ഇൻക്രീസ് ചെയ്യുകയും ഒരു ബോണ്ട് ലെന്ത് ഡിക്രീസ് ചെയ്യുകയും ചെയ്യുന്നു. പക്ഷേ ഓവറോൾ വരുമ്പോൾ ഡീസ്റ്റോർഷൻ ഒന്നും സംഭവിക്കുന്നില്ല. ഡീസ്റ്റോർഷൻ സംഭവിക്കുന്നില്ലെങ്കിൽ പോളറൈസബിലിറ്റി സംഭവിക്കുന്നില്ല. സോ ഇറ്റ് ഈസ് രാമൻ ഇനാക്റ്റീവ്. The Raman spectroscopy can also be used for find the structure of any molecule or to find out whether any molecule possesses center of symmetry or not. ഇനി മോളിക്യൂളിൻ്റെ സ്ട്രക്ചർ നമുക്ക് കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് രാമൻ സ്പെക്ട്രോസ്കോപ്പി ഉപയോഗിക്കാം എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു മോളിക്യൂൾ സെൻറ്റർ ഓഫ് സിമെട്രി പ്രോസസ്സ് ചെയ്യുന്നുണ്ടോ, അതായത് സെൻറ്റർ ഓഫ് സിമെട്രി എന്ന് വെച്ചാൽ എന്താ, നമ്മൾ അതിൻ്റെ സെൻട്രലിലൂടെ ഒരു ആക്സിസ് പാസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഈക്വൽ ഹാഫ്സ് ആയിട്ട് കിട്ടണം. അതിനാണ് നമ്മൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള മോളിക്യൂളിനെയാണ് സെൻറ്റർ ഓഫ് സിമെട്രി പ്രോസസ്സ് ചെയ്യുന്ന മോളിക്യൂൾസ് എന്ന് പറയുന്നത്. അപ്പം ഏതെങ്കിലും ഒരു മോളിക്യൂൾ സെൻറ്റർ ഓഫ് സിമെട്രി പ്രോസസ്സ് ചെയ്യുന്നോ ഇല്ലയോ, അതുപോലെ തന്നെ മോളിക്യൂളിൻ്റെ സ്ട്രക്ചറൊക്കെ കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ രാമൻ സ്പെക്ട്രോസ്കോപ്പി യൂസ് ചെയ്യാം എന്നാണ് പറയുന്നത്. ഇവിടെ ഒരു എക്സാമ്പിൾ പോലെ കൊടുത്തിട്ടുണ്ട്. CS2ൻ്റെയും N2Oൻ്റെയും കേസ്. നമ്മൾ ആദ്യം CS2ൻ്റെ നോക്കി. അപ്പോൾ CS2ൻ്റെ നമ്മൾ രാമൻ
CS2 എന്ന് പറയുന്ന ഒരു മോളിക്യൂളിനെ എടുത്ത് നമ്മൾ റാമൻ സ്പെക്ട്രോസ്കോപ്പി അല്ലെങ്കിൽ റാമൻ സ്കാറ്ററിങ്ങിനെ വിധേയമാക്കി കഴിഞ്ഞപ്പോൾ നമുക്ക് കാണാൻ സാധിച്ചു ചില വൈബ്രേഷണൽ മോഡ്സ്, അതിൻ്റെ സ്പെക്ട്രം എടുത്ത് നോക്കി കഴിഞ്ഞിട്ട് അനലൈസ് ചെയ്ത് കിട്ടുന്ന കാര്യമാണ് പറയുന്നത്. അതിൻ്റെ ചില വൈബ്രേഷണൽ മോഡ്സൊക്കെ റാമൻ ആക്റ്റീവാണ്, ചിലത് അപ്പോൾ റാമൻ ആക്റ്റീവ് ആണെങ്കിൽ അതെന്തായിരിക്കും, IR ഇനാക്റ്റീവ് ആയിരിക്കും അക്കോർഡിംഗ് ടു ദ മ്യൂച്വൽ എക്സ്ക്ലൂഷൻ റൂൾ. ചില മോഡ്സ് റാമൻ ഇനാക്റ്റീവാണ്, പക്ഷേ അതെന്താണ്, IR ആക്റ്റീവാണ്. അപ്പോൾ ഇങ്ങനെ എന്താ പറയുക, ചിലത് റാമൻ ആക്റ്റീവായി, ചിലത് IR ഇനാക്റ്റീവായി, ചിലത് റാമൻ ഇനാക്റ്റീവായത്, ചിലത് IR ആക്റ്റീവായി. അതുകൊണ്ട് അതൊരു സെൻറ്റർ ഓഫ് സിമെട്രി പോസസ് ചെയ്യുന്നുണ്ട്. അതെന്തുകൊണ്ടാണ്, അതിനകത്ത് എന്താണ് സംഭവിക്കുന്നത്, അപ്പോൾ ഇങ്ങനെ സംഭവിക്കുന്നു, അതിനകത്ത് എന്താ സംഭവിക്കുന്നത്, റാമൻ ആക്റ്റീവ് ആവുന്നിടത്ത് നമ്മൾ സിമെട്രിക് സ്ട്രെച്ചിങ് കൊടുക്കുന്നു. ഇപ്പോൾ സിമെട്രിക് സ്ട്രെച്ചിങ് കൊടുക്കുമ്പോൾ അവിടെ എന്ത് സംഭവിക്കുന്നു, അവിടെ IR ഇല്ല, പക്ഷേ റാമനുണ്ട്. അപ്പോൾ അങ്ങനെ വന്നു കഴിയുമ്പോൾ അവിടെ തീർച്ചയായിട്ടും ഒരു സെൻറ്റർ ഓഫ് സിമെട്രി പോസസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ സെൻറ്റർ ഓഫ് സിമെട്രി പോസസ് ചെയ്യുന്ന ഒരു മോളിക്യൂൾ ആണെങ്കിൽ തീർച്ചയായിട്ടും അവിടെ ഒരു ആറ്റം മാത്രമുള്ളൂ. അപ്പോൾ CS2ൻ്റെ കേസിൽ C ആയിരിക്കും മിഡിലിൽ വരിക, Cനെ അപ്പുറത്തും ഇപ്പുറത്തുമായിട്ട് 2 സൾഫർ ആയിരിക്കും ബോണ്ട് ചെയ്തിട്ടുണ്ടാവുക. അപ്പം നമ്മൾ Cയിലൂടെ ഒരു ആക്സിസ് പാസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈക്വൽ ഹാഫ്സ് ആയിട്ട് ഉള്ള ഇത് കിട്ടും. അതുകൊണ്ട് അതൊരു സെൻറ്റർ ഓഫ് സിമെട്രി പോസസ് ചെയ്യുന്ന മോളിക്യൂളാണ് നമുക്ക് മനസ്സിലായി ഫ്രം സ്പെക്ട്ര ഓൺലി. ദെൻ നമ്മളിങ്ങനെ ഒരു സ്ട്രക്ചർ ആയിരിക്കും എന്ന് നമ്മൾ പ്രെഡിക്റ്റ് ചെയ്തു. അപ്പോൾ ഈ സ്ട്രക്ചർ തന്നെയായിരിക്കും ശരിയായ സ്ട്രക്ചറും ഇത് തന്നെയാണ്. ഇനി നമുക്ക് N2O കേസ് എടുക്കാം. N2O കേസിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞപ്പോൾ ചില സം മോഡ്സ് എന്ന് പറയുന്നത് ചിലത് റാമൻ ആക്റ്റീവും ആണ്, അതേ മോഡ്സ് തന്നെ IR ആക്റ്റീവും ആണ്. അപ്പോൾ ചില മോഡ്സ് നമ്മൾ നോക്കിക്കഴിഞ്ഞപ്പോൾ അത് റാമൻ ആക്റ്റീവാണ്, അതേ മോഡ്സ് തന്നെ IR ആക്റ്റീവാണ്. ബോത്ത് ആക്ടിവിറ്റിയും അത് കാണിക്കുന്നുണ്ട്. റാമൻ ആക്റ്റീവ് ഓൺ IR ആക്ടിവിറ്റി, അങ്ങനെ ബോത്ത് ആക്ടിവിറ്റീസും അത് കാണിക്കുന്നുണ്ട് ചില മോഡ്സ്. അപ്പോൾ അതുകൊണ്ട് അതിനകത്തൊരു സെൻറ്റർ ഓഫ് സിമെട്രി ഇല്ല. അപ്പോൾ സെൻറ്റർ ഓഫ് സിമെട്രി പൊസസ് ചെയ്യുന്ന മോളിക്യൂൾസിനകത്തെ വൈബ്രേഷൻസ് വരുമ്പോൾ റാമൻ ആക്റ്റീവായിട്ടുള്ള വൈബ്രേഷൻ എന്തായിരിക്കും, IR ഇനാക്റ്റീവ് ആയിരിക്കും. പക്ഷേ ഇവിടെ ചില മോഡ്സൊക്കെ 2 ആക്ടിവിറ്റിയും കാണിക്കുന്നതുകൊണ്ട് തന്നെ ഇതിനൊരു സെൻറ്റർ ഓഫ് സിമെട്രി ഇല്ല. അപ്പോൾ സെൻറ്റർ ഓഫ് സിമെട്രി ഇല്ലാത്ത മോളിക്യൂൾസിൻ്റെ സ്ട്രക്ചർ എങ്ങനെയായിരിക്കും, NO. ഓക്സിജനെ മിഡിൽ കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ഒരു സെൻറ്റർ ഓഫ് സിമെട്രി പ്രോസസ്സ് ചെയ്യുന്ന മോളിക്യൂളായിട്ട് ഇത് മാറും. പക്ഷേ ഇവിടെ സെൻറ്റർ ഓഫ് സിമെട്രി ഇല്ല, അതുകൊണ്ട് അതിന് എന്തായിരിക്കും, ഓക്സിജൻ സെൻട്രലിലായിരിക്കില്ല വരുന്നത്. അപ്പോൾ സോ ദെർഫോർ ദി സ്ട്രക്ചർ വിൽ ബി ലൈക്ക് ദിസ്. അപ്പോൾ ഇതുപോലെയുള്ളൊരു സ്ട്രക്ചർ ആയിരിക്കാം N2ന് ഉള്ളത്. ഇനിയും C2H2Cl2 അവിടെ അതുപോലെ ഒരു ഇതാണ്. ഇതിൻ്റെയും നമ്മൾ റാമൻ സ്പെക്ട്രം പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്നത് സിസ് ഫോമിലാണോ ട്രാൻസ് ഫോമിലാണോ ഈ Cl എക്സിസ്റ്റ് ചെയ്യുന്നത്, അതാണല്ലോ നമുക്ക് അറിയേണ്ടത്. അപ്പോൾ സിസ് ഓർ ട്രാൻസ് ഫോമിലാണോ നോക്കും. അപ്പോൾ 2 ഫോമിലും ചെയ്യാം. അപ്പോൾ സിസ് ഫോമിലുള്ള ഇതാണെന്നുണ്ടെങ്കിൽ, അപ്പോൾ സിസ് ഫോമിലുള്ള കോമ്പൗണ്ടാണ് നമ്മളെടുത്ത് റാമൻ സ്പെക്ട്രോസ്കോപ്പിക്ക് കൊടുക്കുന്നതെങ്കിൽ അവിടെ സെൻറ്റർ ഓഫ് സിമെട്രി കാണത്തില്ല. പക്ഷേ ട്രാൻസ് ഫോമിലുള്ളതാണെങ്കിൽ സെൻറ്റർ ഓഫ് സിമെട്രി അത് പൊസസ് ചെയ്യും. അപ്പോൾ അത് വെച്ച് നമുക്ക് അതിനെ ഡിസ്റ്റിങ്ക്വിഷ് ചെയ്യാൻ പറ്റും. ഏതാണ് സിസ് പൊസിഷനിലിരിക്കുന്നത്, ഏതാണ് ട്രാൻസ് പൊസിഷനിലിരിക്കുന്നത് എന്നുള്ളത് ഡിസ്റ്റിങ്ക്വിഷ് ചെയ്യുവാനായിട്ടും സാധിക്കും. അപ്പോൾ സെൻറ്റർ ഓഫ് സിമെട്രി ഉള്ളത് ട്രാൻസ് പൊസിഷനിലും സെൻറ്റർ ഓഫ് സിമെട്രി ഇല്ലാത്തത് സിസ് പൊസിഷനിലുള്ളതും ആയിരിക്കും. അപ്പം ഇത്രയുമാണ് നിങ്ങൾക്ക് റാമൻ സ്പെക്ട്രോസ്കോപ്പിനെ പറ്റി സിലബസിൽ കൊടുത്തിട്ടുള്ളത്. പിന്നെ എക്സ്ട്രാ ആയിട്ട് കുറച്ച് നോട്ട്സ് ഞാൻ നിങ്ങൾക്ക് തരാം, ഇൻസ്ട്രുമെൻറ്റേഷൻ അതൊക്കെ. പക്ഷേ നിങ്ങളുടെ സിലബസിൽ അതൊന്നും ഇൻക്ലൂഡഡ് അല്ല. എങ്കിലും നിങ്ങളതൊന്ന് വായിച്ച് വെച്ചേക്കുക. ഇൻ കേസ് ഓഫ് എന്തെങ്കിലും എമർജൻസി അല്ലെങ്കിൽ എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് അതുമായി റിലേറ്റ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ എഴുതുന്ന പോലെ. പക്ഷെ അത് സിലബസിലില്ല, അതുകൊണ്ടാണ് എടുക്കാത്തത്. പക്ഷേ നോട്ട്സ് എൻ്റെ പക്കലുള്ളതുകൊണ്ട് നിങ്ങൾക്ക് ഞാനത് ഒരു PDF ആക്കി അയച്ചു തരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മുടെ റാമൻ സ്പെക്ട്രോസ്കോപ്പിയും കഴിഞ്ഞു. അങ്ങനെ മോളിക്കുലർ സ്പെക്ട്രോസ്കോപ്പി 1 എന്ന് പറയുന്ന ചാപ്റ്റർ ഇവിടെ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. ഇനി മോളിക്കുലർ സ്പെക്ട്രോസ്കോപ്പി 2 ഉണ്ട്. അതിൽ 3 സ്പെക്ട്രോസ്കോപ്പിക് ടെക്നിക്കുകളാണ് പഠിക്കാനുള്ളത്. അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ് മുതൽ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങാം. ഓക്കെ, താങ്ക് യു സ്റ്റുഡൻസ്.